എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മലയാള മനോരമയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അഖില കേരള ബാലജനസംഘം. വിദ്യാർത്ഥികളിൽ വിജ്ഞാനപരമോ കായികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള വാസനയും വളർത്തിയെടുക്കാൻ സഖ്യം പ്രയത്നിക്കുന്നുണ്ട്. വിശക്കുന്നവരെയും വിശപ്പ് അകറ്റുന്നവരെയും ഒന്നിപ്പിക്കുന്ന കൂട്ടായ്മയാണ് സുബിയോൻ കൂട്ടുശാല. കൂട്ടുശാലയുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ ഹൃദയപൂർവ്വം പദ്ധതി നടത്തിക്കൊണ്ടുവരുന്നത്. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് അവരോട് ചെയ്യുന്ന നന്മയാണ്. അതിനുള്ള അവസരമാണ് ഹൃദയപൂർവ്വം പദ്ധതി. ഇന്നത്തെ എൻ്റെ കർത്തവ്യം എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അഖില കേരള ബാലജനസഖ്യം കൊച്ചി യൂണിയൻ രക്ഷാധികാരി പ്രൊഫസർ തോമച്ചൻ സേവ്യർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാലജനസഖ്യം കൊച്ചി യൂണിയൻ മുഖ്യ സഹകാരി ജോൺ പി സേവ്യർ സാറിനെ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊച്ചി യൂണിയൻ പ്രോഗ്രാം കോർഡിനേറ്റർ വെൽവിൻ ജോസഫ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടക്കൊച്ചി സുബിയോൻ കൂട്ടുശാല രക്ഷാധികാരി ജൂൺസൺ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയപൂർവ്വം പദ്ധതിക്ക് ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഫിലോമിന വിൽസൺ മാഡത്തിന് കൃത്യമായ സ്വാഗതം നേരുന്നു. ആഗ്നസിനെ എല്ലാവിധ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിനായി സദാ പ്രയത്നിക്കുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയുടെ നിറസാന്നിധ്യമായ വിദ്യാർത്ഥികളെ, നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാനിയായ ഈ സ്കൂളിൻ്റെ മാനേജർ സിസ്റ്റർ, പ്രിൻസിപ്പൽ, ഞങ്ങളുടെ പ്രിയങ്കരനായ ജൂൺസൺ, ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ബാലൻ സെക്രട്ടറിൻ്റെ ഭാരവാഹികളായ ജോൺ പി സേവ്യർ, മെൽവിൻ, ആദരണീയനായ സിസ്റ്റേഴ്സ്, പ്രിയമുള്ള ടീച്ചേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് മക്കളെ, ബാലജനസഖ്യം ലക്ഷ്യമിടുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിനെ നയിക്കുന്നത് നിങ്ങളാണ്, കുട്ടികളാണ്. ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന സംഘടനയാണ് അഖില കേരള ബാലജനസഖ്യം. നമുക്ക് അഭിമാനിക്കാം. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ് ഈ ബാലജനസഖ്യം എന്ന് പറയുന്നത്. നമ്മൾ മിടുക്കരാനായിട്ടാണ്. ഇന്നലെ ഞങ്ങൾ കോട്ടൂച്ചേരി സ്കൂളിൽ ഈ ബാലജനസഖ്യത്തിന് ഉദ്ഘാടനമായി ചേർന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെ PhD കിട്ടിയതിൻ്റെ ഒരു അനുമോദന യോഗം കൂടിയാണ്. ആ ടീച്ചറിന്റെ PhD വിഷയം സ്കൂളുകളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായിരിക്കുന്ന മോട്ടിവേഷനെ കുറിച്ചാണ്. എന്താണ് മക്കളെ സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങളുടെ ബാലജനസഖ്യം ഹരിതമെന്നാണ് പറയുന്നത്. ഒന്നാം തരം പേരാണ്. നമുക്ക് ഏറ്റവും കുറവുള്ളത് ഇപ്പൊ ഹരിതത്തിന്റെ കുറവാണ്. പച്ചിലകള്, ചെടികള്, മരങ്ങളുടെയൊക്കെ കുറവുണ്ടാകുന്നത് മനസ്സിലായില്ലേ? നല്ല അനുകൂല കാലാവസ്ഥ, നല്ല മഴയും. പക്ഷേ വേരോടുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മൾ ഈ ഹരിതം സഖ്യം ഇവിടെ രൂപീകരിച്ചിട്ട് അതിന് വേരോട്ടം അങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് മണ്ണിളക്കി കുറെ വളമൊക്കെ ചേർക്കണം. അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. ഈ വർഷം നിങ്ങൾ ധാരാളം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ ഈ സംഘടനകളുടെ ലക്ഷ്യമെന്ന് എന്താണെന്നറിയോ? വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, അതായത് നിങ്ങൾക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാകണം. നമ്മൾ ഏത് രംഗത്ത് നിന്നാലും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണം. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ ആത്മവിശ്വാസം ഉണ്ടാകുന്നത്? എന്നെ പഠിപ്പിക്കുന്നതെല്ലാം നന്നായിട്ട് പഠിക്കുമെന്നും
ഞാൻ പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. ഞാൻ ഒരു വണ്ടിയിലാണ് വന്നത്, പക്ഷെ ഇറങ്ങിയപ്പോൾ കൊടയുമായിട്ടാണ് ഇറങ്ങിയത്. കൊടയുമായിട്ട് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ കാലാവസ്ഥാ പ്രവചനക്കാർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു 11 മണിക്ക് മഴ പെയ്യുന്നു. ഇന്ന് 11 മണിക്ക് മഴ പെയ്യുന്നു. അപ്പൊ ഞാനെന്ത് ചെയ്തു? അവരെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ കൊടയുമായിട്ട് ഇറങ്ങി. ഇപ്പൊ സിസ്റ്റർ ചോദിക്കുകയും ചെയ്തു. ഞാൻ സിസ്റ്ററെ 11 മണിക്ക് മഴ പെയ്യും. പക്ഷെ സാധാരണ സംഭവിക്കുന്ന പോലെ 10:30 ആയപ്പോഴേ പെയ്തു. 11 മണിക്ക് മഴ പെയ്യുന്നു പറഞ്ഞപ്പോൾ 10:30 ആയപ്പോഴേ പെയ്തു. ഒരിക്കൽ കുറച്ച് സന്യാസിമാര് ഒരു യാത്ര പോവുകയാണ്. എന്താ യാത്ര എന്നറിയാമോ? മഴയില്ലാത്ത ഒരു കാലമായിരുന്നു. മഴയില്ല, ഒരിടത്തും മഴയില്ല. അപ്പൊ മഴ പെയ്യുന്നതുകൊണ്ട് കണ്ടോണം, മഴയില്ലാത്ത കാലം. അപ്പൊ ഈ സന്യാസിമാർ എന്താ ചെയ്തത്? ഇവരൊരു പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. എല്ലാ സന്യാസിമാരും പ്രാർത്ഥിക്കാനായിട്ട് പോവുക. എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്? മഴ പെയ്യിക്കാനായിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അവിടെ പോയി പ്രാർത്ഥിച്ച് മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് പോവുക. ഒത്തിരി പ്രായമായ സന്യാസിമാരുണ്ട്, അങ്ങനെ ചെറുപ്പക്കാരുണ്ട്, പ്രായം കുറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് ആ മരുഭൂമിയിലേക്ക് പോവുക. കൂട്ടത്തിൽ പ്രായം ഏറ്റവും കുറഞ്ഞ ആ സന്യാസി മാത്രം കയ്യിലൊരു കുടയെടുക്കും. അപ്പൊ പ്രായമുള്ളവരെല്ലാം മഴ കുറഞ്ഞു. എന്തിനാണ് കുടയെടുക്കുന്നത്? കുടയുടെ ആവശ്യമില്ല, അപ്പൊ നമുക്ക് പോകാവുന്നത്. അപ്പൊ ഈ ഏറ്റവും പ്രായം കുറഞ്ഞ സന്യാസി ചോദിക്കുകയാണ്, അല്ലയോ ബഹുമാന്യന്, നമ്മള് മരുഭൂമിയിലേക്ക് പോകുന്നത് മഴ പെയ്യിക്കാനല്ലേ? അവിടെ മഴ പെയ്തു കഴിയുമ്പോൾ തിരിച്ചു വരാൻ ഒരു കുട വരട്ടെ. അതാണ് ആ കൊച്ചു സന്യാസി ചോദിച്ചത്. എന്താണ് സംഭവിച്ചത്? ആ കൊച്ചു സന്യാസിക്ക് മാത്രമാണ് ഈ പ്രാർത്ഥനയിലൂടെ മഴ പെയ്യുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നത്. നമുക്ക് അതുപോലുള്ളൊരു ആത്മവിശ്വാസം വേണ്ട. മനോരമ ബാലസഖ്യം ഒരു സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ആ സ്കൂളിൽ നിന്ന് ഏറ്റവും മികച്ച കുട്ടികളായിട്ട് വരിക. സെന്റ് റീറ്റാസിലെ ഈ കുട്ടികൾ മാത്രമല്ല ഈ കേരളത്തിൽ പഠിക്കുന്നത്. എല്ലാം മികച്ച ധാരാളം സ്ഥാപനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികൾ മറ്റു കുട്ടികളോടൊപ്പമോ അതിനേക്കാൾ മികച്ചതുമായിട്ട് മാറും. ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിയണം. എത്രയോ മത്സര പരീക്ഷകളുണ്ട്. ആ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാകട്ടെ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണ്ടേ. ഈ അറിവിലെത്തി അതൊന്നും അറിയാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ആർക്കും സമയമില്ല. എല്ലാവരും കുനിഞ്ഞിരുന്ന് മൊബൈൽ ഫോണിൽ തന്നെ നോക്കിയിരിക്കുക. ഇന്നത്തെ ഏറ്റവും വലിയ വിപത്ത് മൊബൈൽ ഫോണാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ സംഘടന, ഈ മലയാള മനോരമ ബാലജന സഖ്യം എന്ന് പറയുന്ന ഈ സംഘടന ഈ വർഷം ഏറ്റവും ഗൗരവത്തോടുകൂടി എടുത്തിരിക്കുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? റൈസ് യുവർ ഫേസ്. നിങ്ങളുടെ മുഖം ഉയർത്തുക. ആൻഡ് സീ ദ വേൾഡ്. മുഖം ഉയർത്തിയിട്ട് ഈ ലോകത്തിൽ ഒന്ന് കാണുക. അതാണ് നിങ്ങൾ പറയണം. നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടന ഈ വർഷം എടുത്തിരിക്കുന്ന മുദ്രാവാക്യം ഇതാണ്: മുഖം ഉയർത്തി ലോകത്തെ കാണുക. ഈ താഴോട്ട് നോക്കിയിരുന്ന് ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ജീവിച്ചാൽ നമ്മളൊന്നും പഠിക്കുന്നില്ല. ഇവിടുത്തെ സിസ്റ്ററും ഇവിടുത്തെ അധ്യാപകരും എത്ര പരിശ്രമിച്ചാലും നല്ല റിസൾട്ട് ഉണ്ടാകുന്നില്ല. നല്ല റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ഈ സാധനം മാറ്റി വെച്ചിട്ട് നമ്മൾ പുസ്തകത്തിലേക്ക് നോക്കണം. നമ്മുടെ ചുറ്റുമുള്ള സാധ്യതകളെ അന്വേഷിക്കണം. എന്തുമാത്രം ജോലി സാധ്യതകളാണുള്ളത്. എത്രയോ വലിയ വലിയ സ്ഥാപനങ്ങളാണ് വരുന്നത്. പക്ഷെ മകൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് വരുന്ന സ്ഥാപനങ്ങൾക്കൊന്നും റാങ്കുകാരെയും A+കാരെയും ഒന്നും അല്ല വേണ്ടത്. അവർക്ക് റാങ്കുകാരെ ഒന്നും ആവശ്യമില്ല. അവർക്ക് A+കാരെ ആവശ്യമില്ല. കാരണം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജിൽ അവിടെ ധാരാളം കമ്പനികൾ വന്ന് കുട്ടികളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താ വേണ്ടത്? ഒരു ജോലി കിട്ടാൻ എന്താ വേണ്ടത്? നിങ്ങൾ മിടുക്കരാണ്, നിങ്ങൾ സമർത്ഥരാണ്. അപ്പൊ ചിലരൊക്കെ ചിരിക്കുകയാണോ A+ ഒന്നും വേണ്ടല്ലേ എന്നല്ല ഞാൻ പറഞ്ഞത്. A+ന്റെ കൂടെ നമ്മൾ സമർത്ഥരായിരിക്കുക, സ്മാർട്ട് ആയിരിക്കുക. എന്താ സ്മാർട്ട് ആകുക എന്ന് പറഞ്ഞാൽ യേശുദാസിനെ പോലെ പാടണമെന്നാണോ? അതോ നന്നായിട്ട് ഡാൻസ് ചെയ്യണമെന്നാണോ? പ്രസംഗിക്കണമെന്നാണോ? സ്മാർട്ട് ആകുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും സമർത്ഥരായിരിക്കണം. ഒരു മീറ്റിംഗ് തന്നെ ഓർഗനൈസ് ചെയ്യുന്നു. ഈ മീറ്റിങ്ങിന് ഈ വേദി അലങ്കരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ ബാലൻസ് സെക്രട്ടറി മീറ്റിംഗ് ഇവിടെ നടന്നപ്പോൾ ഈ ടീച്ചർമാരെ കൊണ്ടൊന്നും കസേര എടുപ്പിക്കുന്നത്. ഈ ടീച്ചർമാരെ കൊണ്ടല്ല ഈ വിളക്ക് ഇവിടെ ചുമപ്പിക്കുന്നത്. ആരാ ചെയ്യേണ്ടത്? ആര് ചെയ്യണം? ഇനിയും ഇവിടെ നടക്കുന്ന എല്ലാ മീറ്റിംഗും ഓർഗനൈസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ആ രീതിയിലുള്ള പരിശീലനം
വർഷം മുഴുവൻ കിട്ടിയാൽ നിങ്ങൾക്കൊക്കെ നല്ല ഭാവിയുണ്ട്, നല്ല ജോലിയുണ്ട്. മിടുക്കരായ സമർത്ഥരായ മക്കളായിട്ട് വളർന്നു വരട്ടെ. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഗംഭീരമായിരിക്കണം. എല്ലാ മാസവും പത്രത്തിൽ ഒരു വാർത്ത തരണം കേട്ടോ. സെന്റ് റീറ്റ സ്കൂളിലെ പരിപാടികളുടെ ഒരു വാർത്ത ഞങ്ങൾക്ക് തരണം. ആ വാർത്ത വന്നാൽ എല്ലാ മാസവും നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ ഫോട്ടോയും വാർത്തകളും ഈ നാടറിയും. അങ്ങനെ ഹരിതം നാൾക്ക് നാള് നല്ല ശോഭയോടുകൂടി വളർന്നു വരുന്നൊരു പാഠപ്രശ്നമായിട്ട് മാറണം. മോനെ, നീയാണ് തിരികൊളുത്തിയത്, നിന്റെ ഉത്തരവാദിത്വമാണ്. ഈ വർഷം ഈ പരിപാടികൾ ഗംഭീരമായിട്ട് നല്ല പരിപാടികൾ, സ്കൂളും ക്യാമ്പസും ഒക്കെ നല്ല വൃത്തിയാക്കി മിടുക്കരായിട്ട് പഠിച്ച് അനുസരണമുള്ള കുട്ടികളായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഹരിത സഖ്യം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. എല്ലാവർക്കും നമസ്കാരം. OMV കുറിപ്പിന്റെ എന്റെ മലയാളം എന്ന കവിതയുടെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത്. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊടുത്തു പുൽനൂൽ പോലെ. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊടുത്തൊരു പുൽനൂൽ പോലെ. മണ്ണിൽ വീണു കുരുത്തു നെന്മണി വിത്തു മുള പൊട്ടി, മിന്നുമീല വീശിടുമ്പോൾ എത്ര ഈരടികൾ. മണ്ണിൽ വേർപ്പു വിതച്ചവർ തന്നീണമായി വന്നു, അങ്ങ് പാടിയ പാട്ടിലു ഞാലാടി മലയാളം. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊടുത്തൊരു പൊന്നുനൂൽ പോലെ. കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പഴമൂതി, നെഞ്ചനച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. ദേവദൈത്യ മനുഷ്യവർ മഹാചരിത്രങ്ങൾ തേൻകിനിയും വാക്കിലൂതി വളർന്നു മലയാളം. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊടുത്തൊരു സ്വർണ്ണമാലിക പോൽ. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം, എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. നന്ദി, നമസ്കാരം. ഗുഡ് മോർണിംഗ്. സ്നേഹം നിറഞ്ഞ സിസ്റ്റർ മിനി, പ്രിൻസിപ്പൽ സിസ്റ്റർ എലീന, ഞങ്ങളുടെ കൊച്ചി യൂണിയൻ രക്ഷാധികാരി പ്രൊഫസർ തോമസ് സേവ്യർ, കൊച്ചി യൂണിയൻ കോർഡിനേറ്റർ മെൽവിൻ ജോൺസൺ സർ, സ്നേഹം നിറഞ്ഞ ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, നമ്മൾ എവിടെ ചെന്നാലും, ഏതൊരു മീറ്റിംഗിൽ ചെന്നാലും, ഏതൊരു പ്രോഗ്രാം, കല്യാണ പരിപാടി ആയിക്കോട്ടെ, മരണ വീടായിക്കോട്ടെ, എവിടെ പോയി നോക്കിയെന്നാലും തല താഴ്ത്തിയിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരവിടെ അടുത്ത് വരുന്നു, ആരിപ്പുറത്ത് നിൽക്കുന്നു, ഒന്നും ശ്രദ്ധിക്കാൻ ആർക്കും നേരമില്ല. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ തിരുവനന്തപുരം തുമ്പ സെന്റ് ജോയ്സ് കോളേജിലാണ് പഠിച്ചത്. ആ സമയത്ത് ഇവിടെ നിന്ന് ഒരു 5-5.5 മണിക്കൂർ വേണം തിരുവനന്തപുരത്തെത്താൻ. എൻ്റെ അടുത്ത് വരിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെടുമായിരുന്നു. പക്ഷെ ഇന്ന് കഥകൾ മാറി. ഈ അടുത്ത കാലത്തായിട്ട് ഒരു സ്ഥാപനത്തിൽ ഒരു മാനേജർ പോസ്റ്റിന്റെ ഒഴിവുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു പേരെ ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുപാട് ഫുൾ A+ ഇതൊക്കെ മേടിച്ച ആൾക്കാരൊക്കെ ആയിരുന്നു. ഈ ഓരോ വ്യക്തികളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം ഒരു ടൈമൊന്നും കെട്ടാത്ത ഒരു പാവം ഇങ്ങനെ തോന്നിക്കുന്ന ഒരു വ്യക്തി വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന 3 പേരും ഈ കുട്ടി എങ്ങനെയാണ് വരുന്നതെന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോരുന്ന സമയത്ത് തന്നെ
കോറിഡോറിൽ എല്ലാ ലൈറ്റും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗാർഡനിൽ 2-3 പൈപ്പ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർവ്യൂവിന് വന്ന എല്ലാവരും അത് കണ്ട് ഇങ്ങോട്ട് പോകുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഈ അവസാനം വന്ന ആ പയ്യൻ ഓരോ ലൈറ്റും സ്വിച്ച് ഓഫ് ചെയ്ത് അതിനുശേഷം ഗാർഡനിൽ ചെന്ന് ആ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതെല്ലാം കൂട്ടി ഇവിടെ വന്ന് കാണാനായിട്ട് വലിയ സിമ്പിളായിട്ടൊന്നുമല്ല, ടൈം ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആ 3 പേരും CCTVയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ കൊണ്ടുവന്ന് ഇയാളുടെ ബയോഡേറ്റ കയ്യിലായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആ കൊച്ചിനോട് പറയുകയാണ്, നിങ്ങൾ സെലക്ട് ആയെന്ന്. അപ്പൊ ഇവൻ തന്നെ ആദ്യം ഞെട്ടിപ്പോയി. എന്താ കാര്യം? സർട്ടിഫിക്കറ്റ് ഒന്നും നോക്കിയിട്ടില്ല, കാര്യം യോഗ്യതയില്ലാതെ അവിടെ ഇന്റർവ്യൂ വരില്ല. പക്ഷെ ഒരു സ്ഥാപനത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഗുണങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. കരണ്ട് പാഴാകുന്നുണ്ട്, വെള്ളം പാഴാകുന്നുണ്ട്. ഈ മറ്റുള്ളവരെല്ലാവരും ഇത് കണ്ടിട്ട് നേരെ ഒന്നും ചെയ്യാതെ ഇങ്ങോട്ട് പോകുന്നു. ഇന്റർവ്യൂ വരുന്ന സമയത്ത് ടാപ്പ് ചിലപ്പോൾ അടക്കാൻ പോയാൽ ഷൂ ചീത്തയാവും. അപ്പൊ ഇതൊക്കെ ഓർത്തുകൊണ്ട് ആരും അതൊന്നും ചെയ്തില്ല. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മളുടെ മുന്നിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പല സ്ഥലത്ത് പോകുമ്പോൾ പറയാറുണ്ട്. കാര്യം ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ കസേര കംപ്ലീറ്റ് കുട്ടികൾ തന്നെ അടുക്കി വെക്കണം. പണ്ട് ഞങ്ങൾ മീറ്റിങ്ങിനൊക്കെ ചെല്ലുന്ന സമയത്ത് കുട്ടികൾ ബാനറെല്ലാം ഇട്ടിട്ടുണ്ടാവും, കസേരയെല്ലാം നിർത്തിയിട്ടുണ്ടാവും, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. കാര്യം ഇത് കുട്ടികളുടെ സംഘടനയാണ്, കുട്ടികളെ അതിന് പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പൊ അത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ചെയ്യണം. അത് ടീച്ചർ ചെയ്യും അല്ലെങ്കിൽ ലീഡർ ചെയ്യും എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഓരോ വ്യക്തികളും ചെറിയ ചെറിയ നല്ല പാഠങ്ങളാണിത്. ഇത് സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും പഠിച്ചാൽ മാത്രമേ നമുക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കിത് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ വർഷം ഞാൻ പറഞ്ഞത് നീട്ടുന്നില്ല, സാറിന് 11 മണിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഹരിത പാചകത്തിന്റെ എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. സ്ത്രീധനത്തിനെതിരായി മുരുകൻ കാട്ടാക്കട രചിച്ച കനൽപ്പൊട്ട് എന്ന കവിതയാണ് ഞാൻ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ടനീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ടനീതി സ്ത്രീധനം. നാണമില്ലയാണതെന്നു പേര് ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലയാണതെന്നു പേര് ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദ്യമാദമെന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ആദ്യമാദമെന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനെ കനഹനാണ് പുരുഷനെന്ന നേരത്തിൻ നിദാനമേ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. ഭീരുവെന്ന പേരിനെ കനഹനാണ് പുരുഷനെന്ന നേരത്തിൻ നിദാനമേ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. നേരിടാൻ കഴിഞ്ഞിടില്ലവന്നവൾക്കുമേൽ ജയം. പേടികൊണ്ടവന്നവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. വീടകത്തെ നൂൽ വലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയെന്ന പെണ്ണവൾ നനുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരു പച്ചയാൾ. എരിഞ്ഞു തീരുവാൻ
പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാമിതേവരെ ചിരം തിരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്ന് സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മനുഷ്യ അപ്പുഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും. മനുഷ്യരിത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ അപ്പുഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും. മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. നമസ്കാരം. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, ഇന്ന് ഞങ്ങളുടെ ഹരിതം എന്ന് പറയുന്ന ബാലനസികൻ ശാഖയുടെ പ്രവർത്തന ഉദ്ഘാടനം നടക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഹരിതം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ഒരു പച്ചപ്പ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ബാലനസികത്തിന്റെ മുദ്രാവാക്യം എന്നുള്ളത് ബി സെർവ് എന്നുള്ളതാണ്. സേവനത്തിന്റെ പാത നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ കോറി ഇടേണ്ടതാണ്. ഇത് നമ്മൾ സ്വാർത്ഥതയിലേക്ക് പണിയിക്ക് പോകാതെ നമ്മളെപ്പോഴും ഓരോ കുരുന്നുകളും എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മുടെ ബാലനസകത്തിന്റെ ഈ വർഷത്തെ തീം എന്നുള്ളത് മുഖമുയർത്തു ലോകത്തെ കാണുമെന്നുള്ളതാണ്. ഈ ഒരു ഇത് ഇന്ന് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ കുട്ടികളെ മൊബൈലിൽ ഒതുങ്ങിക്കൂടുമ്പോൾ, മൊബൈൽ മാത്രമാണ് അവരുടെ ജീവൻ എന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ സഹാനുഭൂതിയുള്ള നമ്മുടെ സഹസ്ഥരുടെ, നമ്മുടെ കൂടെ ഉള്ള കൂട്ടുകാരുടെ വേദനകളോ ദുഃഖങ്ങളൊന്നും നമ്മൾ അറിയാതെ പോവുകയാണ്. എല്ലാം നമുക്ക് മൊബൈലിലുണ്ട് എന്ന് ചിന്തിക്കണമെന്ന് അറിയാം. നമ്മുടെ ലോകത്തിന്റെ സമൂഹത്തിന്റെ സ്പന്ദനം നിങ്ങളിലാണ്. നിങ്ങളെ മൊബൈലിലേക്ക് മാറ്റിവെച്ച് മുഖമുയർത്തിക്കൊണ്ട് തന്നെ നല്ല കുട്ടികളായിട്ട് സമൂഹത്തിൽ നന്മ ചെയ്ത് ലോകത്തെ ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ ബാലനസികൻ ശാഖയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ബാലൻസിംഗ്. ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കേരള ചരിത്രത്തിൽ കുട്ടികൾ എഴുതി ചേർത്ത നന്മയുടെ പ്രകാശമാണ് അഖില കേരള ബാലജനസഖ്യം. 1929 മെയ് 29 ബാലജനസഖ്യം നിലവിൽ വന്നത്. അംഗസംഖ്യ കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും രാജ്യത്ത് കുട്ടികളുടേതായ സംഘടനകളിൽ 1-ാം സ്ഥാനത്താണ് അഖില കേരള ബാലജനസഖ്യം. മനുഷ്യ പുരോഗതിക്ക് അടിസ്ഥാനമായ ശാശ്വത മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് മലയാള മനോരമ പത്രാധിപർ KC മാമൻ മാപ്പിള സഖ്യത്തിന് രൂപം നൽകിയത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷണമായ കാലത്തിനൊപ്പം ബാലജനസഖ്യവും വളർന്നു. 1934 മഹാത്മാഗാന്ധി കോട്ടയത്തെത്തിയപ്പോൾ സഖ്യപ്രവർത്തകർ അദ്ദേഹത്തെ ആദരവോടെ വരവേറ്റു. അന്ന് ഗാന്ധി നൽകിയ ഉപദേശത്തിൽ നിന്നാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും ആർദ്ര വഴികളിലേക്കും നടത്താൻ ബാലജനസഖ്യം തീരുമാനമെടുത്തത്. ജാതികൾക്കെതിരെ തെരുവിലിറങ്ങുകയും നിരാലംബരായ മനുഷ്യർക്ക് തണലൊരുക്കിയും ദുരന്തങ്ങളിൽ നാട് വിറങ്ങലിച്ച നാളുകളിൽ സഖ്യം എണ്ണമറ്റ സേവന സന്നദ്ധ മാതൃകകൾ സൃഷ്ടിച്ചു. കേരളീയ ജീവിതത്തിന് ഉണർവ് ലഭിച്ച കാലമായിരുന്നു അത്. കരുണയുടെയും സ്നേഹത്തിന്റെയും സ്പർശം കൊണ്ട് സമൂഹത്തിന് വെളിച്ചമേകാൻ കുട്ടികൾക്കും കഴിയുമെന്ന് ബാലജനസഖ്യം ബോധ്യപ്പെടുത്തി. ഇന്ന് കേരളത്തിലെ ബാലികാ ബാലന്മാരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അഖില കേരള ബാലജനസഖ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ആശംസകളും ഞാൻ നേരുകയാണ്. സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ ജോത്സൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്കൊരു സന്തോഷമുള്ള ദിവസമാണല്ലേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പൊതിച്ചോറും വാങ്ങിക്കൊണ്ടാണ് ഇന്ന് സ്കൂളിൽ നിന്ന് ഞങ്ങൾ കടന്നു പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിൽ ചിന്തിക്കുക. നമ്മളെപ്പോഴും എന്ത് കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒരു പുഞ്ചിരി നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു പുഞ്ചിരി ഉണ്ടെങ്കിൽ ഏത് ദുഃഖാവസ്ഥയിൽ ഇരിക്കുന്നവരാണെങ്കിലും ആ മനസ്സിൽ നിന്ന് ആ സങ്കടങ്ങളൊക്കെ എടുത്തു മാറ്റാൻ പറ്റും.
നമ്മളുടെ അടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിലും എന്തെങ്കിലും സങ്കടത്തിലോ വേദനയിലോ ഇരിക്കുന്നവരാണെങ്കിൽ അവരുടെ തോളിൽ തട്ടിക്കൊണ്ട് ഒന്ന് നിങ്ങൾ ചോദിച്ചേ, എന്താണോ, എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് അലിഞ്ഞു പോകും, അല്ലേ? അവരുടെ സങ്കടങ്ങളൊക്കെ മാറും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എപ്പോഴും അല്പം നന്മയോടുകൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അല്പം നന്മ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നന്മയുള്ള മനസ്സിനെ തമ്പുരാൻ ഇടം തരികയുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നേ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. മലയാളക്കരയുടെ പ്രിയങ്കരനായ ഖാദികൻ പ്രൊഫസർ കടക്കോട് വിശ്വംഭരൻ സാറിന് എൻ്റെ പ്രണാമം. എൻ്റെ പേര് അമീന ഷുബീർ. ലോക ജനതയുടെ വലിയ ദുഃഖമാണ് വിശപ്പ്. വിശപ്പ് ശരിക്കറിഞ്ഞവൻ ദരിദ്രനാണ്, അതറിയാത്തവൻ ധനികനും. അതുകൊണ്ട് ധനികന്റെ ഭക്ഷണാവിശിഷ്ടങ്ങൾ എച്ചിൽ കൂനയിൽ നിറയുന്നു. എച്ചിൽ കഴിച്ചും വയറ് നിറയ്ക്കാൻ പാടുപെടുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജീവൻ നിലനിർത്തുക. തീന്മേശകൾ സ്വപ്നം പോലും കാണാത്ത ആ ജീവിതങ്ങൾ പത്രമാധ്യമങ്ങളോ മറ്റു മീഡിയകളോ കണ്ടെന്നു വരില്ല. ഈ ദയനീയത പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു. വിശപ്പ് അഥവാ കഴുകനും കുഞ്ഞും. കഴുകന്റെ ആർത്തഭാവം പശിതീർക്കുവാനുള്ള ആർത്തദാഹം, ചത്തുജരിയുന്ന കുഞ്ഞുദേഹം കൊത്തി വലിക്കുവാൻ കണ്ണും നട്ട്. ഈ കഥ നടക്കുന്നത് അങ്ങ് ദക്ഷിണാഫ്രിക്കയിലാണ്. ആഫ്രിക്ക ഒരു പട്ടിണി രാജ്യമാണ്. ഏറെ ഭാഗവും മനുഷ്യർ അസ്ഥികൂടങ്ങളാണ്. ശരീരത്തിൽ ചെറിയ തുടിപ്പുണ്ടെന്നേ ഉള്ളൂ. സുഡാൻ, എത്യോപ്യ, അയോ എന്നിവിടങ്ങളിലുള്ള മനുഷ്യരുടെ സ്ഥിതിയാണിത്. അതെ, 26 വർഷങ്ങൾക്ക് മുൻപ് ഒരു മാർച്ച് മാസം 1993 ഐക്യരാഷ്ട്രസഭയുടെ ഒരു സന്ദേശം ജോഹന്നസ്ബർഗിലെ ഒരു ക്ലബിലെത്തി. പത്രപ്രവർത്തകരുടെയും ഫോട്ടോ ജേർണലിസ്റ്റുകളുടെയും ഒരു ക്ലബാണത്. സന്ദേശം മറ്റൊന്നുമല്ല, പട്ടിണിയിൽ പൊരിയുന്ന അയോധ്യയിലേക്ക് ഐക്യരാഷ്ട്രസഭ ഭക്ഷണം വിതരണം ചെയ്യുന്നു. അതിന്റെ വാർത്തയും ചിത്രവും പകർത്താൻ കുറച്ചു പേർക്ക് ക്ഷണം സ്വീകരിച്ച് ക്ലബ് ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് കെവിൻ കാൽക്കർ, അതിപ്രശസ്തനായ ഫോട്ടോഗ്രാഫർ. അനുപമ സുന്ദരനാണു കെവിൻ, ആരാധകരുണ്ടനവധിയായി, അപൂർവ സുന്ദര ചിത്രമൊരുക്കും അത്യാകർഷക ചിത്രങ്ങൾ. ഒരു യുവാവിന് നീഗ്രോ യുവതിയിലുണ്ടായ കുഞ്ഞാണ് കെവിൻ കാൽക്കർ. ഒരു സങ്കട സന്തതി. എന്നാൽ രൂപഭാവങ്ങൾ കറുത്തവരുടേതല്ല, നീഗ്രോ പ്രകൃതമേ അല്ല. അവരുടെ രൂപം നമുക്കറിയാമല്ലോ. കറുത്ത നിറം, തടിച്ച മൂക്ക്, കുറുകിയ തലമുടി, ഇതൊക്കെയാണ്. എന്നാൽ കെവിൻ അങ്ങനെയല്ല. കന്നി വെളുമ്പൻ, 33 വയസ്സ് പ്രായം. ഫോട്ടോ ജേർണലിസം പാസ്സായ ഇദ്ദേഹം മീഡിയയുടെ ഇഷ്ടതാരമാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ഫോട്ടോ എടുക്കാൻ നിയോഗിക്കപ്പെട്ടത്. ഭക്ഷണ സാധനങ്ങളുമായി എല്ലാവരും വിമാനത്തിൽ യാത്രയായി. ആകാശത്തിൽ പൊങ്ങിത്താഴ്ന്ന വിമാനം അയോധ്യയിൽ ലാൻഡ് ചെയ്യുന്നു. ആ ലൈറ്റ് ഹെലിക്രാഫ്റ്റ് കണ്ട മാത്രയിൽ പട്ടിണിയുടെ കൂടുകൾ ഓടിയടുക്കുകയായി. പട്ടിണി കൊണ്ട് ഓടിക്കൂടി ശേഷി നശിച്ച മനുഷ്യർ ആഹാരത്തിന് കൈകൾ നീട്ടി ജീവൻ നിലനിർത്താനായി, ആഹാരത്തിന് കൈകൾ നീട്ടി ജീവൻ നിലനിർത്താനായി. ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യും മുമ്പ് അധികാരിയുടെ ഒരു അറിയിപ്പുണ്ടായി. അറ്റൻഷൻ പ്ലീസ്, നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. പട്ടിണി കൊണ്ട് മരിക്കാനായ ഇവിടുത്തെ മനുഷ്യർ പലതരം രോഗങ്ങളുടെ ഉറവിടമാണ്. അതായത് അവർ രോഗവാഹികളാണ്. അതുകൊണ്ട് ആരുമായും ഇടപഴക്കമരുത്, അകലം പാലിക്കുക. ഇവിടെ 30 മിനിറ്റ് മാത്രമാണ് സമയം. ഫോട്ടോ എടുക്കാൻ ചുമതലപ്പെട്ടവർ താഴെയിരുന്നു. ചിലർ മറ്റു ഫോട്ടോ എടുക്കാനുള്ള വ്യഗ്രതയിലാണ്. കെവിൻ തന്റെ ക്യാമറ റെഡിയാക്കി ചുറ്റുമൊന്ന് നോക്കി. ഒരു നിമിഷം അയാൾ നടന്നു നിന്നു. കുറച്ചകലെ പുല്ലിലായി ഒരു കഴുകൻ ഒരു ശവം കൊത്തി തിന്നാനുള്ള ഒരുക്കത്തിലാണ്. ഒരു കുഞ്ഞിന്റെ ശവം. അയാൾ കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്ന് ക്യാമറ സൂം ചെയ്തു നോക്കി.
ദൈവമേ, അതൊരു ശവമല്ല, അത് പട്ടിണി കൊണ്ട് മരിക്കാറായ ഒരു കുഞ്ഞാണ്, നഗ്നയായ ഒരു പെൺകുഞ്ഞ്. കെവിൻ കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നു. അയാൾ അസ്ഥികൾ എന്നെ പിറക്കാവുന്ന വിധത്തിൽ മുഖം മണ്ണിൽ പൂഴ്ത്തി തല കുമ്പിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ കുഞ്ഞുണ്ടായിരുന്നത്. ഓ ജീസസ്! മരണകരങ്ങളിൽ ഒരു ജീവൻ നരകക്കുഴിയിൽ കഴിയുന്നു, വിശപ്പു തീർക്കാൻ വഴി തേടി കഴുകൻ കാവലിരിക്കുന്നു, കഴുകൻ കാവലിരിക്കുന്നു. ആ കുഞ്ഞു മരിച്ചാൽ അടുത്ത ക്ഷണം ആ കഴുകൻ ആ കുഞ്ഞിന്റെ ശവം കൊത്തി പറക്കും. അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ചരിത്ര ഫോട്ടോ ആയിരിക്കും. നിമിഷങ്ങൾ ഇഴഞ്ഞു. കെവിൻ ശ്വാസം അടക്കി നിന്നു. 20 മിനിറ്റ് സമയമായി. എയർക്രാഫ്റ്റ് അനൗൺസ്മെന്റ് മുടങ്ങി. മടക്കത്തിനുള്ള സന്ദേശം. കെവിൻ കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നു. ആ കുഞ്ഞു മരിച്ചില്ല. കഴുകൻ ആ കുഞ്ഞിന്റെ ശവം കൊത്തി പറഞ്ഞില്ല. കെവിൻ അതുകൊണ്ട് ആ കുഞ്ഞും കഴുകനും അടുത്തടുത്തായുള്ള ചിത്രങ്ങൾ തന്റെ ക്യാമറയിൽ പകർത്തി. വ്യത്യസ്ത രൂപഭാവങ്ങളിൽ നിന്നുള്ള 10ഓളം ചിത്രങ്ങൾ. എയർക്രാഫ്റ്റ് അനൗൺസ്മെന്റ് മുഴങ്ങിയതുകൊണ്ട് കെവിൻ യാത്രയായി. ഈ ദയനീയ അവസ്ഥ പുറം ലോകത്തെ അറിയിക്കുക എന്ന ഉറച്ച വിശ്വാസത്തോടെ ആയിരുന്നു ആ യാത്ര. 2 ദിവസം കഴിഞ്ഞ് പത്രത്തിൽ വാർത്ത വന്നു. ന്യൂയോർക്ക് ടൈംസിൽ ആ ചിത്രം അച്ചടിച്ചു വന്നിരിക്കുന്നു. കഴുകനും കുഞ്ഞും. ഒരു നാടിന്റെ പട്ടിണി അറിയിക്കുന്ന ചിത്രം. താൻ നൽകിയ സത്യസന്ധമായ വാർത്ത. വിശന്നു വലയും ഈ രാജ്യം, പട്ടിണി മാത്രം കൂട്ടായി, വെള്ളക്കാബാലികളുടെ ഭരണം അടിമകൾ അനവധി തീർത്തു ഇവിടെ, അടിമകൾ അനവധി തീർത്തു. വാർത്ത പ്രചരിച്ചതോടുകൂടി പത്രസ്ഥാപനത്തിലേക്ക് കത്തുകളുടെയും ഫോൺ കോളുകളുടെയും പ്രവാഹം. യെസ്, ന്യൂയോർക്ക് ടൈംസ് റിസപ്ഷൻ. മറുതലത്തിൽ നിന്നും ഒരു ചോദ്യം. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ അതോ കഴുകൻ തിന്നോ? ഇല്ല, ആ കുഞ്ഞിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നാൽ ഇതിനോടകം തന്നെ ആ ഫോട്ടോഗ്രാഫർ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയിരുന്നു. എന്നാൽ ഈ പ്രശസ്തി കൂടെയുള്ളവർക്കും വിമർശകർക്കും സഹിച്ചില്ല. പ്രതിഷേധങ്ങൾ ഉയർന്നു, വിമർശനങ്ങൾ ഉയർന്നു, പ്രതിഷേധങ്ങൾ ഉയർന്നു, വിമർശനങ്ങൾ ഉയർന്നു. ലോകം മുഴുവൻ വിളിച്ചുകൂവി സന്തത സഹചാരികളും. ചുറ്റും ശരപ്രവാഹം. എന്നാൽ അതിലും ഭയാനകമായിരുന്നു അയാളുടെ ഭാര്യയുടെ ആക്ഷേപം. മിസ്റ്റർ കെവിൻ, ഇനി നിങ്ങളുമൊത്തൊരു ജീവിതത്തിന് ഇനി ഞാനില്ല. ലോകം വെറുക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ. ദുഷ്ടൻ, നീചൻ, ക്രൂരൻ, മനുഷ്യത്വം തീരെ ഇല്ലാത്തവൻ. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഫോട്ടോഗ്രാഫർ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. മനുഷ്യ സ്നേഹമില്ലാത്ത നിങ്ങളുടെ കൂടെ ഇനി എന്റെ മകനും ജീവിക്കേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വെള്ളക്കാരി മദാമ അവരുടെ 5 വയസ്സായ മകനെ കൊണ്ട് പുറത്തേക്കിറങ്ങി. ഒന്നും മിണ്ടാതെ നിശബ്ദനായി കെവിൻ കയ്യിൽ കെട്ടി ഭൂതകാലത്തിലേക്ക് വീണിട്ടു. പ്രണയിനി ആയിരുന്നു അവൾ, ആരാധികയായി വിരുന്നു വന്നു. പ്രണയിനി അവൾ, ആരാധികയായി വിരുന്നു വന്നു. ജീവിതവാടിയിൽ സഖിയായി ജീവിത ചിത്രങ്ങൾ പൂജിച്ചു. എന്റെ ചിത്രങ്ങൾ കണ്ടാണ് അവൾ എന്നെ സ്നേഹിച്ചത്. എന്നെ എത്ര പൂഴ്ത്തിയിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. എന്നെ സ്നേഹിച്ചതും ഉപേക്ഷിച്ചതും അതേ ചിത്രങ്ങൾ തന്നെ. ഇതിനോടകം തന്നെ വളരെ നിരാശാജനകമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. പ്രിയരെ, അയാൾ ഇതിനോടകം ഒരു വിഷാദ രോഗിയായി തീർന്നിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കാതുകളിലേക്ക് ഒരു സന്തോഷ വാർത്ത എത്തുന്നത്. ആ വർഷത്തെ പുലിറ്റ്സർ പുരസ്കാരം കെവിൻ കാർട്ടർ, അതും അദ്ദേഹം എടുത്ത ആ ചിത്രത്തിന്, കഴുകനും കുഞ്ഞും. എന്നാൽ ഇതൊന്നും അദ്ദേഹത്തെ സന്തോഷപ്പെടുത്തിയില്ല. ഒരു പ്രഭാതത്തിൽ അയാൾ ഉണരുന്നത് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ്. വാതിൽ തുറന്നു നോക്കിയതും ഒരു ചുവന്ന കുഞ്ഞു പൂവുമായി തന്റെ മകൻ. ഡാഡി,
എന്റെ അഭിനന്ദനങ്ങൾ ഡാഡി. അയാൾക്ക് അയാളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ സന്തോഷം കൊണ്ട് തന്റെ കുഞ്ഞിനെ വാരിയെടുത്തുമ്മ വെച്ചു. താരിളം കവിൾ താലോലം വാരിയെടുത്തുമ്മ വെച്ചു. താരിളം കവിൾ താലോലം അച്ഛനു നൽകിയ പുഞ്ചിരിപ്പൂക്കൾ ആ ഹൃദയത്തിൻ കുളിരലയായി കുളിരലയായി. മോനെ, നീ ഒറ്റയ്ക്കാണോ വന്നത്? അല്ലേ കൂടെ ആരെങ്കിലും? ഇല്ല ഡാഡി, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. മമ്മിയോടെ? ആ കുഞ്ഞ് നിശബ്ദനായി, കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് മമ്മിയുടെ വിവാഹം കഴിഞ്ഞു ഡാഡി. ഒരിടത്തിയായിരുന്നു കേഴുന്ന ആ വാർത്ത. പിന്നീട് അങ്ങോട്ട് അയാളുടെ ജീവിതം അലസതയും മൂകതയും, പിന്നെ ചിലപ്പോൾ പൊട്ടിക്കരച്ചിലും, ഒപ്പം തന്റെ കൊച്ചുമകനും. ഒരു പ്രഭാതത്തിൽ തന്റെ മകനെ നല്ല വസ്ത്രം അണിയിച്ച് നല്ല ഭക്ഷണങ്ങൾ നൽകി കാറിൽ കെവിനൊപ്പം ഇരുത്തി ഒരു യാത്ര തുടങ്ങി. അദ്ദേഹത്തിന്റെ ഭാര്യ താമസിക്കുന്ന വീട്ടുപടിക്കലെത്തിയപ്പോൾ വണ്ടി നിർത്തി മകനെ ഇറക്കി. ഡാഡി, എന്താ ഇവിടെ? ഡാഡി ഒരു യാത്ര പോവുകയാണ്. ഇനി മോന് മമ്മിയാണ് എല്ലാം. തന്റെ മകനെ ഒന്ന് അമ്മയുടെ അടുത്ത് ആക്കാനോ ഭാര്യ ഒന്ന് കാണാനോ നിൽക്കാതെ തന്റെ ജന്മഗ്രാമം ലക്ഷ്യമിട്ട് കെവിൻ പറഞ്ഞു. ഒരു വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി നിർത്തി. 4 ദിവസത്തോളം ആ വണ്ടി അവിടെ കിടന്നു. ആരും അത് അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല. എന്നാൽ ചോളവയലിൽ പണിയെടുക്കുന്ന കർഷക നീഗ്രോകൾ ആ വണ്ടിക്കടുത്ത് മൂക്ക് പൊത്തി നിന്നു. ഒന്ന് നിന്നേ, കുറച്ചു ദിവസമായി ഈ വണ്ടി ഇവിടെ കിടക്കുന്നത്. ഇതിനകത്ത് നിന്ന് വല്ലാത്തൊരു ഗന്ധം വരുന്നു. അവർ കാർ തുറന്നു നോക്കി. തടിച്ചു വീർത്ത് ചത്തളഞ്ഞ ഒരു ശരീരം. അതെ, ആ ഫോട്ടോഗ്രാഫർ ആത്മഹത്യ ചെയ്തു. കാറിന്റെ എക്സോസ്റ്റ് പൈപ്പ് തുറന്ന് മറ്റൊരു പൈപ്പുമായി ബന്ധിപ്പിച്ച് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചത്. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത കുറ്റബോധമാണ് ആ ഫോട്ടോഗ്രാഫറിന്റെ ജീവിതം നശിപ്പിച്ചത്. കാലം കറുത്തൊരു ചേല പുതപ്പിച്ച് വികൃതമാക്കുന്നു പ്രപഞ്ച സത്യങ്ങളെ. മുൾമുന തേടുന്നു കാലവും ലോകവും. പ്രിയരെ, ആ ഫോട്ടോ ദക്ഷിണാഫ്രിക്കയുടെ പട്ടിണി തീർന്ന ഫോട്ടോയാക്കി പ്രസിദ്ധീകരിച്ചു. ഭക്ഷണവും സാധനങ്ങളും എത്തി അവിടെ. എന്നാൽ ഇതൊന്നും അറിയാതെ ആ ഫോട്ടോഗ്രാഫർ കാലയവരകൾക്കുള്ളിൽ മറന്നുപോയി. പ്രിയരെ, നിങ്ങളുടെ കണ്ണും ബിഷപ്പിനെതിരെയുള്ള പ്രവൃത്തിക്ക് വേണ്ടി ജാഗ്രതയോടെ തുറന്നിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടും രാജ്യം ഇനി നേരിടാൻ പോകുന്ന വലിയ ദുരിതമാണ് ബിഷപ്പ്. ബിഷപ്പിന് മുന്നിൽ ആരും അന്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വേദിയിലിരിക്കുന്ന സിസ്റ്റേഴ്സ്, ശിഷ്ടാതിഥികളെ, ടീച്ചേഴ്സ്, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് നന്മയുടെ കുറേ കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ വിപത്ത്. കഴിഞ്ഞ ഒരു ദിവസം മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ മാനസികമായിട്ട് അയാൾക്ക് ബോധമില്ലാതെ അലഞ്ഞു നടക്കണേ. ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല വണ്ണമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. പക്ഷേ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ടും പുള്ളി ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചെവിട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വീണ്ടും ചെന്നു. അപ്പോൾ പലരും പറഞ്ഞത് പുള്ളി ഫുൾ ടൈം മൊബൈൽ യൂസ് ചെയ്ത് ചിരിച്ചും ഉല്ലസിച്ചുമൊക്കെയാണ്. പക്ഷെ അയാൾ ഭക്ഷണം കഴിക്കുന്ന കാണുന്നില്ല. അതിനെ ഞങ്ങൾ ചെന്ന് പയ്യെ കൈ മറച്ചു വെച്ചിരിക്കുന്നത് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു പൊതിമടല. തേങ്ങ പൊതിച്ച ആ മടല്, അതിൽ പഴയ
ഒരു ചാർജർ ആരോ വേസ്റ്റിലേക്ക് ഇട്ടതാണ്. ആ ചാർജർ മടലിനെ ചുറ്റി വെച്ചിട്ട് ചാർജർ കുത്തുന്നത് ചുറ്റിലും വെച്ചുകൊണ്ട് അയാൾ മുമ്പ് എങ്ങനെ മൊബൈൽ ഉപയോഗിച്ചോ അതുപോലെ തന്നെ മെൻ്റലായിട്ട് അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കാണാൻ പറ്റിയത്. അങ്ങനെ മൊബൈൽ ശീലം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ആ ദുശീലം വരാൻ പോകുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് ഇവിടെ സാറുമാർ സംസാരിച്ചപ്പോൾ എനിക്ക് ആ ഒരു ആളുടെ രൂപമാണ് ഓർമ്മയിൽ വന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ 2004 മുതലാണ് നമ്മുടെ സ്കൂൾ ഫുഡ് പ്രോഗ്രാം ആരംഭിച്ചത്. ഇത്രയും നാൾ നല്ല ഭംഗിയായിട്ട് തന്നെ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ എടുക്കാനായിട്ട് വൈകും. ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ ഇവിടെ നിന്ന് ഫോൺ തരും. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. കാരണം ഇവിടെ നിന്ന് എടുത്തു 3-4 സ്ഥലങ്ങളുള്ളത് കാരണം ഞങ്ങൾ ചില സമയത്ത് ഇവിടെ നിന്ന് എടുക്കാണ്ട് പോയാലും ബാലൻസ് കുറച്ചിവിടെ ഉണ്ടാവും, കുട്ടികൾ കൊണ്ടുവന്ന് വെക്കണം. പക്ഷേ അതുവരെ തമ്പുരാനറിയാം. ആ താമസിപ്പിക്കുന്നത് നമുക്ക് ഉച്ച കഴിഞ്ഞ് ആ ഭക്ഷണമായിട്ട് പോകുമ്പോൾ വിശന്നിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ തരുന്ന പൊതിച്ചോറ് കംപ്ലീറ്റ് പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, വിശക്കുന്നവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാവിധ നന്മകളും ആശംസിച്ചു നിർത്തും. അടിസ്ഥാനപരമായ ദൈവവിശ്വാസത്തോടുകൂടി സത്യം, സ്നേഹം എന്നിവയെ മുൻനിർത്തി ജീവിക്കുന്നതാണ്. മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടും ആദരവും സഹോദരങ്ങളോടും സമഭാവനയും സഹകരണവും പുലർത്തുന്നതാണ്. അവശരോട് അനുകമ്പയോടുകൂടി പെരുമാറുന്നതിനും അവർക്ക് സഹായകരമായ കൃത്യങ്ങളിൽ ഏർപ്പെടുന്നതുമാണ്. വിജ്ഞാനപരവും കായികവും ആയ വളർച്ചയ്ക്ക് ഞാൻ പരിശ്രമിക്കുന്നതാണ്. സദ്വാസനകൾ വളർത്തുവാനുള്ള അവസരങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തുന്നതാണ്. സ്വാശ്രയശീലത്തോടുകൂടി ജീവിച്ച് അന്യർക്ക് ആശ്രയകരമായി തീരുവാൻ ഞാൻ യത്നിക്കുന്നതാണ്.
ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരിതം ബാലജന സഖ്യം, ഹൃദയപൂർവ്വം പദ്ധതി എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങാണ് നാം ഇവിടെ നടത്തിയത്. വിദ്യാർത്ഥികളുടെ പുരോഗതിയും സദ്വാസനകളും വളർത്തി കൊണ്ടുപോകാൻ സഹായകരമാണ് ബാലജന സഖ്യമെന്ന് നമ്മൾ മനസ്സിലാക്കി. കൂടാതെ വിശക്കുന്നവർക്ക് ഒരു പൊതിച്ചോറ് നൽകി അവരെ സഹായിക്കുന്നതിന് അനുയോജ്യമായ പദ്ധതിയാണ് ഹൃദയപൂർവ്വം പദ്ധതി. എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് ഇന്നത്തെ എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്നെ അഖില കേരള ബാലജന സഖ്യം കൊച്ചി യൂണിയൻ രക്ഷാധികാരി പ്രൊഫസർ തോമച്ചൻ സേവ്യർ സാറിനെ സെന്റ് റീത്താസ് സ്കൂളിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി അഖില കേരള ബാലജന സഖ്യം കൊച്ചി യൂണിയൻ മുഖ്യ സഹകാരി ജോൺ പി സേവ്യർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൊച്ചി യൂണിയൻ പ്രോഗ്രാം കോർഡിനേറ്റർ മെൽബിൻ ജോസഫ് സാറിനെ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇടക്കൊച്ചി സെക്യൂർ നൊടിശാല രക്ഷാധികാരി ജൂഡ്സൺ സാറിനെ റിട്ടയർഡ് ഫാമിലിയുടെ പേരിലുള്ള നന്ദി പറയുന്നു. നമുക്ക് ഇനി അവസരം ഒരുക്കി തന്ന സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ മിനി ആഗ്നസിനെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ഹെലീന ആൽബിക്കും ഇനി ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.